നിങ്ങളുടെ മാഷത അപ്പുറത്തിരിക്കുന്നത്, മാഷത അപ്പുറത്ത് വായി നോക്കിയിരിക്കുന്നു. മാതാവേ, എനിക്കിപ്പോ കണ്ടന്റ് ഇല്ല. ഇവിടെയുള്ള കണ്ടന്റ് എല്ലാം പല ആളുകൾ കൊണ്ടുപോയി. വെള്ളം കോരയുടെ കോമ എനിക്ക് വയ്യ എന്റെ അമ്മ. ഞാനല്ലെങ്കിൽ എന്റെ അമ്മേന്റെ ദോശ കഴിക്കാറുള്ളൂ. കാലാ കറുപ്പ് പച്ച. അങ്ങനെ 4-5 മാസങ്ങൾക്ക് ശേഷം വീണ്ടും നാട്ടിലെത്തി. എൻ്റെ കൂടെ വന്നിറങ്ങിയ ആളുകളുടെയൊക്കെ പെട്ടി വന്നു, പക്ഷെ എൻ്റെ പെട്ടി മാത്രം വരുന്ന കാണുന്നില്ല. എൻ്റെ പെട്ടി മാത്രം ഇവർ കയറ്റി വിട്ടില്ലേ. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെ പെട്ടിയും കിട്ടി. ലാസ്റ്റ് നനഞ്ഞ് നാറി വരുന്ന പോലെ ഒരു സാധനം വരുന്നുണ്ട, അതാണ് എൻ്റെ പെട്ടി. 3 ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അയ്യോ, അതെൻ്റെതല്ല, ചമ്മി. ഇനി പറഞ്ഞ പോലെ ഇവർ അവിടെ നിന്ന് കയറ്റി വിട്ടിട്ടില്ലേ. ഈ വരുന്ന പട്ടിയാണ് എൻ്റെ പെട്ടി. കിട്ടി. ഡാൻസ് കളിക്ക്. ഇതെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വ്ളോഗാ? നിങ്ങളെവിടെ ഇവിടെയൊക്കെ പോയിട്ട് വരുന്നത്? അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നാ? നിങ്ങൾ പ്രാർത്ഥിച്ചത് നന്നായി. ഫ്ലൈറ്റ് ഒന്ന് ഇറങ്ങാൻ നോക്കിയിട്ട് പിന്നെ മേലെ കയറി. അന്നേരം ഞാനൊന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അവിടെയുള്ളവരെല്ലാം പറയാം, സാധാരണ നിങ്ങളുടെ വ്ളോഗില് ഞാൻ വന്നതിന് ശേഷം നിങ്ങൾ ലേറ്റായിട്ടല്ലേ വരാറുള്ളത്, ഇന്ന് വ്യത്യസ്തമായിരുന്നല്ലോ, അവര് നേരത്തെ വന്നിട്ട് പുറത്തേക്കുന്നല്ലോ എന്ന്. ആ പെട്ടി എടുത്ത് പാക്ക് ചെയ്ത് വെച്ചത് നിന്റെ സ്വന്തം അനിയനാണ്. അവനറിയില്ല ഇതിന് കവറുണ്ട് എന്നുള്ളത്. എനിക്കറിയാൻ പാടില്ലായിരുന്നു. അവൻ ആദ്യമായിട്ടല്ല പെട്ടി കാണുന്നത്. എല്ലാ പ്രാവശ്യം പെട്ടി കൊണ്ടുവരുന്നത് നമ്മളല്ലേ. അതെനിക്ക് ഓർമ്മയില്ല. ഈ പെട്ടിക്ക് ഒരു കവർ ഉണ്ടായിരുന്നു, ആ കവർ എടുത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. നെറ്റിക്ക് ചന്ദനൊക്കെ വെച്ച് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ചീത്ത പറഞ്ഞോണ്ടിരിക്കരുത്. വീട്ടിൽ പോ. എന്നാലും എന്റെ ശാംസനെ ഇഷ്ടത്തിൽ പെട്ടി അതിന് മൊത്തം സ്ക്രാച്ച് ആയി എന്നൊക്കെ പറഞ്ഞ കരയുന്നു. ഒരുപാട് കടികളുണ്ട്. പുട്ട് കഴിക്കണോ, ദോശ കഴിക്കണോ? ദോശയും അതിന്റെ കൂടെ നമ്മൾ ഗ്രേവി വെച്ചാലോ? ആ ദോശ കാണുമ്പോ എനിക്ക് നൊസ്റ്റാൾജി അടിച്ചു അവിടെയുള്ളത്. അതുകൊണ്ടാണ് അമ്മ ദോശ കരിയിലിട്ട് ദോശ കരച്ചിട്ട് എനിക്ക് എല്ലാ ദിവസവും ദോശ. നിങ്ങൾ ദോശ അല്ലാതെ മറ്റൊരു വ്യത്യസ്തമായ സാധനം എനിക്ക് കഴിപ്പിക്കൂ എന്നെ കാണിച്ചു തരും. അപ്പൊ പത്തി ഉണ്ടാക്കാൻ പോയ സമയത്ത് ദോശ ഉണ്ടോന്ന് ചോദിച്ചാ പിന്നെ അല്ല, സാധനം പറഞ്ഞത് മൊത്തം ഞാൻ. ഉപ്മാവ് എനിക്ക് കഴിക്കാൻ വേണ്ടി പറഞ്ഞത്, എല്ലാ സാധനം. ദോശ എനിക്ക് കഴിക്കാൻ വേണ്ടി പറഞ്ഞത്, അയില എനിക്ക് കഴിക്കാൻ പറഞ്ഞത്, എല്ലാം സഹായിച്ച കഴിക്കുന്നത്. അത് ഞാനിതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ പറഞ്ഞത്. നീ അല്ലേ പറഞ്ഞത് നീ ഒന്നും കഴിക്കില്ല, ഷുഗർ കട്ടാണെന്നൊക്കെ. അടുത്ത ഉപ്മാവ് പറഞ്ഞു നമ്പർ 2. എന്റെ ഫേവറേറ്റ് ഉപ്മാവ്. ശരിക്കും ഇത് കിട്ടാത്ത സ്ഥലത്തൊന്നും നല്ല വരുന്നത്, പക്ഷെ നാട്ടിൽ വരുമ്പം ആദ്യം കഴിക്കാൻ രസം ഉണ്ട് അല്ലേ. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ? ദോശ. ഇത് അമ്മ കാണൂലേ വീഡിയോ? ദോശയും ചമ്മന്തിയും അത് ഉച്ചക്കെങ്ങാനും കഴിക്കാം. പിന്നെ അടുത്ത റൗണ്ടിൽ അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. ഇടത് കൈ കൊണ്ട് ഒറ്റക്ക് തെരുവപ്പുല്ല് 3 കെട്ടിട്ട് കഴിഞ്ഞാൽ, പൊട്ടാണ്ട് കെട്ടിട്ട് കഴിഞ്ഞാൽ പണ്ട് അടി കിട്ടൂല, നല്ലത് സംഭവിക്കുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ആരാ പറഞ്ഞേ? ആരോ ഏതോ തെണ്ടി പണിയാന്ന് അത് കെട്ടിടാൻ വേണ്ടി നിന്നിട്ട് ലേറ്റായിട്ട് അടിയിട്ടിരുന്നു എനിക്ക്. ഞാൻ നല്ലത് ഡബിൾ 6 കിട്ടുന്നുണ്ട്. കൂടുതൽ നല്ലതാവാൻ മതി. ഹലോ. അവിടുന്ന് ഇത്രയും ദോശ കഴിച്ചിട്ട് സായിജ് ഇവിടെ വന്നിട്ട് പിന്നെയും ദോശ കഴിക്കാൻ പോണു. ഇവിടെ ദോശ മറ്റൊരു തരത്തിലുള്ള ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാനല്ലെങ്കിൽ എന്റെ അമ്മേന്റെ ദോശ കഴിക്കാറുള്ളൂ. ഇതൊക്കെ അല്ലല്ലോ നീ അവിടെ നിന്ന് ചിരിക്കുന്ന ഇവിടെ ഉണ്ടോ. നമുക്ക് അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നതിനിടയിൽ കമ്പനി കൂടാൻ വേണ്ടിട്ട് 2 കോഴിക്കുഞ്ഞുങ്ങൾ ഇവിടെ വളർത്തുന്നുണ്ട്. അതിന് ഇവിടെ വെച്ചേക്കുന്നതിന് പിന്നെ അമ്മയോട് വർത്താനം പറയുമ്പോ അത് തിരിച്ചു വെച്ചേക്കും. അപ്പൊ നമുക്കൊരു സന്തോഷമായിട്ട് ഇപ്പൊ 2 ദിവസമായിട്ട് ഇടുന്നുണ്ട്. ഇത് നിങ്ങൾക്കായിട്ട് സ്പെഷ്യലായിട്ട് 2 പേര് തന്നുവിട്ട കുക്കീസ് ആൻഡ് ചോക്ലേറ്റ്സ് ആണ്. ഇത് ചോക്കോള പാരീസ് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി തന്നുവിട്ടേക്കുന്ന ചോക്ലേറ്റ്സ്. അതായത് അപ്പൂസിന്റെ എൻഗേജ്മെന്റിന് വാങ്ങിയതിന്റെ കൂട്ടത്തിൽ അവർ തന്നത്. ഇത് നമ്മുടെ പുതിയൊരു ഫ്രണ്ട് ടോം എന്ന് പറയുന്ന ചേട്ടൻ. ആ ചേട്ടൻ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിട്ട് അത് സ്പെഷ്യൽ ആയിട്ടുള്ള കുക്കീസ്.
അത് ഞാൻ അതിലൊന്ന് തോണ്ടിയിട്ട് ഒന്നെടുത്ത് പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികം. ഇത് ഭയങ്കര ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ സാധനം അത്ര. വൈകുന്നേരം നീ വന്ന് നോക്കണം, ഇവിടെ നിറയെ പിള്ളേർ, അംഗൻവാടി പോലെ കുറെ പിള്ളേരുണ്ട്, വ്യത്യസ്ത ക്ലാസ്സുകളിലായിട്ട്. ഓരോ വിഷയം ഓരോ ദിവസം ക്ലാസ്. ഇപ്പൊ ഹിന്ദി എങ്ങനെ നടക്കുന്നത് അല്ലേ? എല്ലാം ഉണ്ട്. മാത്സ്, ഹിന്ദി, ഇപ്പം അടിസ്ഥാന പഠിപ്പിക്കണം. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, എഴുതൽ, വായിക്കൽ, പിന്നെ കണക്കിന്റെ കൂട്ടൽ, കുറക്കൽ, ഹരിക്കൽ, കുടിക്കൽ. ഇനിയിപ്പോ ആരും വരില്ല, അഡ്മിഷൻ ക്ലോസ്. ഇപ്പൊ തന്നെ ആളധികം, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഹര, പച്ച, പീല, മഞ്ഞ. ഞാൻ ഇന്നലെ അതെല്ലാം പിടിച്ചേ, ഇതിലെ കളറെല്ലാം ഓർമ്മ വിളിക്കുന്നത്. അമ്മ ഇന്നലെ കളർ പഠിപ്പിക്കലായിരുന്നു കുട്ടികളെ. സഫേദ് വെള്ള, കാല കറുപ്പ്, ഹര പച്ച. മരിക്കാറായില്ലേ? മരണത്തോടടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഷിബുക്കുട്ടൻ. ഹലോ ഹലോ, ഹൗ ആർ യു ഷിബുക്കുട്ട്? ഇവരെല്ലാരും പറയുന്നു ഈ ഷിബുക്കുട്ടൻ എന്ന് പറയുന്നത് പ്രായാധിക്യം കൊണ്ട് ഏത് നിമിഷവും മരണത്തോട് മല്ലിട്ട് നിൽക്കുകയാണ്. എനി ടൈം അത് ദിവംഗതരാവാന്ന്. അവന്റെ സൈസിനൊത്ത ടാങ്ക് അല്ലാതെ, അപ്പൊ അവന് കുറച്ചും കൂടെ സൗകര്യത്തിൽ നീന്തണമെങ്കിൽ വലിയ ടാങ്ക് വേണം. ഇവരൊപ്പം പറയുന്നത് ഒന്നുകിൽ വലിയ ടാങ്ക് ആക്കുക, അല്ലെങ്കിൽ ജീവിതത്തിന്റെ അവസാന നാളുകളിലെങ്കിലും അതിനൊരു സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് കുളത്തിലേക്ക് അങ്ങോട്ട് വിശാലമായിട്ട് പറഞ്ഞു വിടുക എന്നുള്ളത്. അതായത് അവസാന കാലം ആസ്വദിച്ച് ജീവിക്കട്ടെ. ഞാൻ പക്ഷെ അതിന്റെ സയന്റിഫിക് സൈഡാ പറയുന്നത്. കാരണം ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് പണിയെടുത്ത് തിന്നെന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ നടക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ അത് പട്ടിണി കിടന്ന് ചത്തുപോകും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്താ തോന്നണേ? ബട്ട് ഇവിടെ നോക്കൂ, ഇവിടെ മാരക എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഇപ്പൊ എനിക്ക് ഈ വീട്ടിൽ കോണ്ടന്റ് ഇല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ വീഡിയോസ് എടുത്തോണ്ടിരുന്നത് ഞാനല്ല. ഇപ്പൊ ഇതൊക്കെ അവകാശികൾ പലതായി. എന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാനിപ്പോഴും എന്റെ വീട്ടിലുണ്ടത്രേ. ഞാനിനി ഇവിടെ വന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചൊരു പോക്ക് അങ്ങോട്ട് പോയി വീണ്ടും തിരിച്ചു വന്നതാ. പഴയ എപ്പിസോഡൊക്കെ വരാനുണ്ട്. ഇന്ന് മുതൽ നിങ്ങൾ ഷടപടയും പറഞ്ഞ് എഡിറ്റ് ചെയ്തിട്ട് ഞാനിതൊക്കെ അവിടെ കൊണ്ടിടും. ഒരു ദിവസം 3 കണ്ടിട്ട് രാവിലെ ഉച്ചക്ക് വൈകുന്നേരം വെച്ചിട്ട് തീർക്കട്ടെ. നീ ഇട്ട് അതിന്റെ വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ ഇന്ന് വന്ന ഫ്ലൈറ്റിലുള്ള ആളുകൾ മുഴുവൻ ആ വീഡിയോസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. മുഴുവനല്ല, കുറച്ചാൾക്കാർ കുറച്ച് കേട്ടതാ. കൊറേ പേര് പറഞ്ഞു ഇന്ന് ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നതിൽ കൊറേ പേര് നീ നാട്ടിലുണ്ട് എന്നുള്ളത് അറിയാം, നിന്റെ വീഡിയോസ് കാണുന്നത് അറിയാന്നൊക്കെ പറഞ്ഞു. അല്ല, നെല്ല് കുത്താൻ പോണോ? ഇനി കുറച്ച് ദിവസം ചോറിന് നല്ല ചെലവുണ്ട്, അതുകൊണ്ട് അരി കൂടുതൽ വേണമെന്ന്. മാതാവേ, എനിക്കിപ്പോ കണ്ടന്റ് ഇല്ല. ഇവിടെയുള്ള കണ്ടന്റ് എല്ലാം പല ആളുകൾ കൊണ്ടുപോയി. അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ ഇങ്ങോട്ട് അരി കുത്താൻ പോകുന്ന, അല്ല നെല്ല് കുത്താൻ പോണതൊക്കെയാണ് എനിക്ക് കിട്ടാനുള്ളൂ. എന്നൊരു അരി ഇടിക്കട കോമ എനിക്ക് വയ്യന്റെ അമ്മേ. എന്തായിരുന്നു? വെള്ളം കോരട കോമ എനിക്ക് വയ്യന്റെ അമ്മേ. പിന്നെ കഞ്ഞി വെക്കട കോമ എനിക്ക് വയ്യന്റെ അമ്മേ. പിന്നെ എന്തേലും കഞ്ഞി കുടിക്കട കോമ. ഈ സാധനത്തിനൊരു മണമുണ്ട്. ആ മണത്തിനുള്ള ടേസ്റ്റ് അതിന് വന്നില്ല. അതിനിപ്പോ ഞാനിപ്പോ മേലെന്ന് താഴേക്ക് വന്നതെന്ന് അറിയോ? നല്ല ചിക്കൻ കറിയുടെ മണം വന്നിട്ടാണ് താഴേക്ക് വന്നത്. പക്ഷെ താഴെ വന്നിട്ട് ടേസ്റ്റ് ചെയ്തൊക്കെ വന്നില്ല. നമ്മുടെ കല്യാണമൊക്കെ ഉണ്ടാകുന്നതിന്റെ തലേന്ന് രാത്രി സന്തോഷ് സനിയൊക്കെ ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് അത് ടച്ചിങ്സിന് എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. അത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ആ ടേസ്റ്റാ കിട്ടിയപ്പോ. ഇനി മറ്റേ കഷ്ണം വന്ന് നോക്കട്ടെ, അത് കൊടുക്കുക. ഓ, കുക്കീസ് നടക്കുന്നു. കുപ്പിയിൽ നടക്കുന്നു. ഞങ്ങൾ 4 ആളും കൂടിയിട്ട് വളപട്ടണത്തേക്ക് പോവാണ്. അതായത് അവിടെ നമ്മുടെ ഇന്നോവ സർവീസിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോയാൽ മതി. പകരം 4 ആളും കൂടി പോകുന്നുണ്ട്. ശ്രീകണ്ഠാപുരത്ത് പണ്ട് മുതലേ ഉള്ള ഒരു സൈക്കിൾ ഷോപ്പാണ്. ഞാൻ പണ്ട് മുതലേ ഈ ചേട്ടനെ നോട്ടം വെച്ചേക്കുന്നതായിരുന്നു. അവിടുന്ന് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ എടുക്കാൻ. ആ നോട്ടം വെച്ചു എന്ന് ഉദ്ദേശിച്ചെന്ന് അറിയോ? അവിടുന്ന് മറ്റേ ഈ മീന് പോലത്തെ സാധനമൊക്കെ ഉണ്ട്, വീലിന്റെ മുകളിൽ ഇങ്ങനെ റിമ്മിനിടുന്ന അങ്ങനത്തെ സാധനങ്ങൾ. അതൊക്കെ അയാളുടെ അടുത്ത് ഉണ്ടാവുമായിരുന്നു. പക്ഷെ അന്ന് അച്ഛൻ വാങ്ങി തന്നില്ല. അച്ഛൻ ഒരു ദുഷ്ടനായിരുന്നു. സത്യമായിട്ട് അച്ഛനൊന്നും വാങ്ങി തന്നിട്ടില്ല. ഞാനതിന് എന്ത് ചെയ്യുന്നറിയോ? മറ്റുള്ള ആളുകളുടെ ഒരു 10 സൈക്കിളിൽ നിന്ന് 10 മുത്ത് വീതം ഞാൻ അടിച്ചു മാറ്റും. എന്നിട്ട് എന്റെ സൈക്കിളിൽ കൊണ്ടിടും. ഞാൻ നൈസായിട്ട് ഈ സൈക്കിളിന്റെ ടയറിന്റെ അടുത്ത് ഇങ്ങനെ തൊട്ട് വെല്ലെങ്കിൽ വീടെടുക്കും. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടില്ല, അവർക്ക് പോയി നഷ്ടമില്ല. അതെന്താ അന്നത്തെ കാലം, അതങ്ങനെ കാലം. 10 സൈക്കിളിൽ നിന്നായിട്ട് 10 മുത്തുകൾ വെച്ചിട്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കളറും കിട്ടും. നമുക്ക് മൊത്തത്തിൽ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അവർക്കൊരു ബാധ്യതയില്ല. അവരെടുക്കും ഊരി വീണതാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ഞാൻ മറ്റേ മീൻ പോലത്തെ സാധനം അടിച്ചു പറ്റിയിട്ടുണ്ട്.
എന്നിട്ട് ഞാനത് അതിന് പക്ഷെ നെറ്റ് പോയതായിരുന്നു. എന്നിട്ട് ഞാനത് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഉണങ്ങ് ഞാൻ എപ്പോഴും നോക്കും, അച്ഛനോട് ചോദിക്കും, എല്ലാവരോടും ചോദിക്കും. അച്ഛൻ പറയും അങ്ങ് പോയിട്ടുണ്ട്. കുറേ കാലം കൂടിയിട്ട് ബസ്സിൽ കയറും. ഞാനും കുറേ കാലം കൂടിയിട്ട് ബസ്സിൽ നമ്മൾ ഇതിനു മുമ്പ് ബസ്സിൽ കയറിയതെപ്പോന്നറിയോ? ഇതേ പർപ്പസിന് മുമ്പ്, അതായത് ഇന്നോവ എടുക്കാൻ. ഇപ്പൊ ഇന്നോവ സർവീസ് കഴിഞ്ഞിട്ട് എടുക്കാൻ പോകുന്നു. മുമ്പ് അതേ ഇന്നോവ ബ്രാൻഡ് ന്യൂ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരേക്ക് പോകുന്ന സമയത്ത് സായിന് സർപ്രൈസ് കൊടുക്കാൻ പോയ സമയത്തുള്ള വ്ളോഗില് അന്നും ബസ്സിലായിരുന്നു പോയത്. സായിന്റെ എൻഗേജ്മെന്റിന് മുന്നോടിയായിട്ട്, ആ പപ്പൂസിന്റെ എൻഗേജ്മെന്റ് മുന്നോടിയായിട്ട്. ആ പിള്ളേരൊക്കെ കയറുന്ന മതി 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 എന്നൊക്കെ പറയുന്നു. സായിജിന്റെ സ്കൂളിന്റെ സ്റ്റോപ്പ് എത്തുന്നു. നെടുവാലൂര് നെടുവാലൂര് നെടുവാലൂര്. ഇതാണ് സായിജിന്റെ സ്കൂള്. സായി അതെ മാഷിട്ടുണ്ട് മാഷിട്ടുണ്ട്. ആ സായിജി മാഷ് പിള്ളേര് കയറുമ്പോ എന്താ റെസ്പോൺസ് നോക്കട്ടെ. എടാ തിരിഞ്ഞേക്കടാ പിള്ളേർക്ക് കണ്ടു ആടാ നീയാണ് മുതലാക്കിയെന്ന. നിങ്ങളുടെ മാഷത അപ്പുറത്തിരിക്കുന്നത്. മാഷത അപ്പുറത്ത് വായി നോക്കിയിരിക്കുന്നു. അവിടെ മാഷോട് മാഷതിന്റെ ഇടയിൽ കുടുങ്ങിട്ടാ. പോട്ടെ 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 പോട്ടെ. സായി മാഷ് എങ്ങനെയുണ്ട്? സായിജ മാഷിക്ക് വട്ടപ്പേരുണ്ടോ? ഒന്നുമില്ല, വട്ടപ്പേരൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ അല്ലേ ശരിക്ക്? ഇപ്പൊ ഇടാതെ കുറച്ചു നേരം സമയത്ത് ഇപ്പൊ ഇട്ടാതെ. എനിക്കേടെ ഇറങ്ങണ്ടേ? പിന്നെ എനിക്ക് ഇതെല്ലാം എഡിറ്റ് ചെയ്യണ്ടേ? അതില് ക്യാരക്ടർ പേരുണ്ടായിരുന്നാ? മൊബൈൽ ഷോപ്പ് ഓണർ. ആ അതിന് പേരൊന്നും ഉണ്ടായില്ലല്ലോ. പേരില്ല അതിന്, പേര് ക്യാരക്ടറിന് പേരില്ല. എനിക്ക് ഫുൾ നമ്മുടെ ഹിസ്റ്ററി മൊത്തം അറിയാം അല്ലേ? ആള് സൂപ്പറാടാ. അല്ല ഓനും അവന്റെ ഉപ്പാന്റെ വീട്ടിലേക്ക് പോവാണ്, അതുകൊണ്ടല്ലേ കളർ ഡ്രസ്. ഇത് യൂണിഫോം ആണോ? ഓ ഫ്രീക്ക് യൂണിഫോം ആണല്ലേ. അത് യൂണിഫോം ആണോ? നമ്മളൊക്കെ പഠിച്ച കാലത്ത് ഉണ്ടായിരുന്നത് നീലയും വെള്ളയും. ബസ് യാത്ര, മഴ, ആഹാ അന്തസ്സ്. ആലകളിൽ പാലമതി. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. നമ്മുടെ വണ്ടി സർവീസ് ഒക്കെ കഴിഞ്ഞ് കുട്ടപ്പന. സന്തോഷായില്ലേ? അതാ ഇപ്പൊ വെച്ചേക്കുന്ന സാധനം. ആ കൈ മറ്റേതാകുമ്പോ ഇതടിക്കൂലേ? ആ വൃത്തിയുടെ പോയില്ലേ? അവസാനം ഞങ്ങൾ കറങ്ങി പറശ്ശിനിക്കടവിലെത്തി. ഞങ്ങൾ വന്നത് വർക്കിംഗ് ഡേ ആയതുകൊണ്ടും മഴക്കാലം ആയതുകൊണ്ടും വലിയ തിരക്കേ ഇല്ല. തീരെ ആളില്ല, തിരക്കേ ഇല്ല. ഓ മൈ ഗോഡ്, ഇങ്ങനെ ഒരു പറശ്ശിനിക്കടവ് ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒട്ടും തിരക്കില്ല. അതായത് വർക്കിംഗ് ഡേയും ആണ് മഴക്കാലമാണ്, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. നോക്കി ഇത് കഴിക്കാം. ഒന്ന് പയറും കയറി വരുന്നത് വിശന്നുകൊണ്ട് കാണാണ്ട് വരാണ്ട് പറഞ്ഞു. ആദ്യം ചായ കുടിക്കാം, വയറ് തുറക്കുക, ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോവാം. പോയി ചോദിച്ചാൽ 2 തേങ്ങാപ്പൂള് മാത്രമായിട്ട് തരുവാ. എനിക്കറിയാലോ നിങ്ങൾക്ക് തേങ്ങാപ്പൂൾ ഇഷ്ടമല്ലാന്ന്. ഇതിൽ വെച്ചോ, എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ. നിനക്കും തേങ്ങാപ്പൂൾ ഇഷ്ടമല്ലല്ലോ, തിന്നാ. വാ, ഇവിടെ ആമ്പലൊക്കെ വളർന്ന് കിടക്കുന്ന ഒരു ചെറിയ കുളം ഉണ്ട് കേട്ടോ. പൊതുവേ പറശ്ശിനിക്കടവിൽ ഇരുട്ടായി കഴിഞ്ഞാൽ വരാറുള്ളത്. ഇതിപ്പോ ഡേ ടൈമിൽ വന്നോണ്ട് ഇങ്ങനെയുള്ള ഒരു സംഭവം കണ്ട്. ഇന്ന് രാവിലെ വന്ന. അയ്യോ ഓ ചത്ത് 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 ചത്ത്. അത് ഞാൻ വീഡിയോ ഇടാത്തോണ്ടാ, ഞാൻ ഇതിൽ ഇട്ടിണ്ട. ഇതാൻ്റെ ആദ്യത്തെ വീഡിയോ. ചത്ത് ചത്ത്. ആ ഇങ്ങനുണ്ട്. ഓ സന്തോഷം സന്തോഷം. അതന്നെ ആ ചങ്ങായന്. നീ എത്ര ക്ലാസ് പഠിക്കുന്നതാ? ഹാപ്പി ബർത്ത്ഡേ. അടിപൊളി. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ.